വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിസ മൈബോട്ടാണ്. മോർണിംഗ് സ്റ്റേഷൻ കോച്ച് എൻ്റെ ഫ്രണ്ട്സ് വെളുത്ത് കോച്ച്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫെങ്ഷു ടിപ്സിനെ കുറിച്ചാണ് കേട്ടോ. ചെടികൾ നമ്മുടെ വീടിനുള്ളിലൊക്കെ വെക്കുന്ന ചെടികളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വീടൊക്കെ വെച്ച് കഴിയുമ്പം പുതിയ വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെടികൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെടിപ്രേമികളായിട്ടുള്ള ആരെങ്കിലും ഒരാളെങ്കിലും കാണും. അപ്പം നമ്മുടെ ബെഡ്റൂമിലോ നമ്മുടെ ഹാളിൽ സിറ്റ് ഔട്ടിൽ ഈവൻ കിച്ചണിൽ വരെ ചെടികൾ വെക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെ ടൈപ്പിൽപ്പെട്ട ചെടികളാണ് നമുക്ക് വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്നത്, വെക്കാൻ പറ്റാത്ത ചെടികൾ ഏതാണ്, ഇതൊന്നും അറിയത്തില്ലാതെയാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. ചില ചെടികൾ നമുക്ക് അബണ്ടൻസും നമുക്ക് പ്രോസ്പെരിറ്റിയൊക്കെ കൊണ്ടുതരുന്ന ചെടികളാണ്. അപ്പം അതേതാണെന്ന് പലർക്കും അറിയത്തില്ലാതെ നമുക്കിഷ്ടമുള്ള പല ചെടികളും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്കിഷ്ടമുള്ള ചെടികളായിരിക്കും മേടിച്ചുകൊണ്ട് വെക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും പുതിയ വീട് വെച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റിലൊന്നും ഒരു പൈസ പോലും നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പല ചെടികൾക്കും നമ്മളിലേക്ക് മണിയെ ആകർഷിച്ചെത്തിക്കാനുള്ള കഴിവൊക്കെയുള്ള ചെടികളുണ്ട്. അപ്പോൾ അതിൽ ഒരു 3-4 ചെടികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ചെടികളെക്കുറിച്ച് പറയാം, അതിനുശേഷം വെക്കാൻ പറ്റുന്ന ചെടികളെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒട്ടും പോലും വെക്കാൻ പാടില്ലാത്ത ചെടികളാണ് ഈ കൂർത്ത് നിൽക്കുന്ന മുള്ളുകളൊക്കെയുള്ള ചെടികൾ. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല. ഈ പലരും നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിൽ ഹാളിലൊക്കെ ഈ സൺസവേരിയൊക്കെ പോലുള്ള ചെടികൾ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ സൺസവേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പപ്പോളം എന്നൊക്കെ പറയുന്ന ചെടികൾ, അതിങ്ങനെ കൂർത്ത മുള്ളു പോലെ നിൽക്കുന്ന അഗ്രഭാഗം കൂർത്ത് നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ ഈ കാക്ടസ് വർഗത്തിൽപ്പെട്ട ചെടികളുണ്ടല്ലോ, കൂർത്ത മുള്ളുമായിട്ട് നിൽക്കുന്ന ചെറിയ ചെടികൾ, അത് ബെഡ്റൂമിൽ വരെ വെക്കുന്നവരുണ്ട്, ഹാളിലെ ബെഡ്റൂമിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചെടികൾ നമ്മൾ ഉപേക്ഷിച്ച് കളയണം. അതൊന്നും വെക്കാൻ പാടില്ല. കണ്ണിന് കുളിർമ ഒരുപക്ഷെ കണ്ണിന് കുളിർമ നൽകുന്നുണ്ടായിരിക്കാം, പക്ഷേ അതല്ല നമുക്ക് കാര്യം. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു ചെടി കൊണ്ടുവച്ച് കഴിയുമ്പം വെറുതെ ഒരു ചെടി വെക്കുന്നതിന് കഴിയുമ്പോൾ നമുക്കൊരു പ്രോസ്പെരിറ്റി കിട്ടുന്ന ഒരു ചെടി വെക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഈ യൂഫോർബിയ എന്ന് പറയുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ, മുള്ളൊക്കെ ഉള്ള, അതൊന്ന് ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലൊക്കെ വരുന്ന സൈസുള്ള ചെടികൾ, അങ്ങനത്തെ ചെടികൾ പോലും വെക്കുന്നവരുണ്ട്, സിറ്റ് ഔട്ടിലൊക്കെ വെക്കുന്നവരുണ്ട്. അങ്ങനത്തെ മുള്ളുള്ള ചെടികളൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഈ ഡിഫൻ ബാച്ചിയൊക്കെ പോലുള്ള ചെടി, ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. പ്ലാന്റ് സെൽ ചെയ്യുന്നൊരു ലേഡിയുടെ ഒരു വീഡിയോ ആണ്. അവരുടെ വീട്ടിൽ പുതിയ വീടൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സിറ്റ് ഔട്ടിൽ അവർ ഈ ഡിഫൻ ബാച്ച് ചെടി കൊണ്ടുവച്ചായിരുന്നു. അവർ കൊച്ചു വന്നിട്ട് അതിൻ്റെ ഇല പറിച്ച് ഒടിച്ച് വായു വെച്ചിട്ട് അതിന് ഇങ്ങനെ ഒടിക്കുമ്പോൾ കുറച്ച് പാല് വരുന്ന ടൈപ്പാണത്. അപ്പോൾ അതൊടിച്ച് വായിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലാക്കി. ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ, പ്രത്യേകിച്ച് അങ്ങനത്തെ ചെടികൾ നമ്മൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊന്നും വെക്കാൻ പാടില്ല. അവർക്ക് കഴിയാത്ത ദൂരത്ത് അവർ ഇറങ്ങിപ്പോകാത്ത നമ്മുടെ മുറ്റത്തോ പറമ്പിലൊക്കെ ആയിട്ട് കൊണ്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെടികളൊന്നും നമ്മളങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ അതുപോലെ പലരും പറയുന്നതൊക്കെ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന മണി പ്ലാന്റുകളെല്ലാം ഒരു പേർക്ക് വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കും. പക്ഷേ മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടർന്നു കയറുന്ന ഒരു ചെടിയാണ്. ആ ചെടി ചിലപ്പം പടർന്ന് പൊക്കത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് അതിന് താങ്ങ് വേണം. സ്റ്റിക്കായി കൂടിയൊക്കെ ആയിരിക്കും അതിനെ കയറ്റി വിടേണ്ടത്. അപ്പോൾ അത് പൊക്കത്തിലേക്ക് കയറുന്ന സമയത്ത് അത് ചിലപ്പോൾ ഉരുണ്ട് താഴേക്ക് വീഴാം. ചിലപ്പോൾ അത് വെള്ളത്തിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ വെള്ളത്തിൽ വീണ് ചീഞ്ഞ് ചിലതൊക്കെ കരിഞ്ഞ് ഒക്കെ നിൽക്കും. കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരാവശ്യത്തെ നമ്മൾ കൊണ്ട് വെച്ചു, കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് വളർച്ചയില്ലാതായിരിക്കും, മരടിക്കാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയും കരിഞ്ഞും ഒക്കെ നിൽക്കും. നമ്മുടെ തിരക്കാരൻ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നമുക്കത് ഗുണത്തേക്കാൾ വളരെ ദോഷമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾക്ക് വീട്ടിനുള്ളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ചെടി ഏതാണെന്നായിരിക്കും നമ്മളിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരു ചെടി റബ്ബർ പ്ലാന്റ് എന്ന് പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാകും. പല ടൈപ്പ് ഉണ്ട്, അത് പല സൈസുണ്ട്. അതിൻ്റെ ആ ഒരു വലിയ ഇലയും അതിൻ്റെ ഒരു കളറും, ഒരു വലിയ ഇലയും പല കളറുള്ളതുണ്ട്. അതിൻ്റെ ഒരു വലിയ ഇലയും ഒരു കളറും നല്ലൊരു ചട്ടിക്കകത്തേക്ക് വെച്ച് കുറച്ച് അലങ്കാരക്കല്ലുകളോ ഒക്കെ പിന്നെ
ചെറിയ മിനുസമുള്ള ഉരുളക്കല്ലുകളോ ഒക്കെ പെറുക്കിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അത് കാണാൻ വേണ്ടി ഭംഗിയാണ്. നമുക്കത് അതിലേക്ക് നോക്കി കഴിയുമ്പം തന്നെ എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലിങ്സും ഉണ്ടാവും. അപ്പോൾ റബ്ബർ പ്ലാന്റ് വെക്കാം. പിന്നെ റബ്ബർ മണി ട്രീ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. മണി പ്ലാന്റ് അല്ല, മണി ട്രീ. ഏതെങ്കിലുമൊക്കെ നഴ്സറികളിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പ്ലാന്റ് വിൽക്കുന്നവരുടെ അടുത്തൊക്കെ അങ്ങനത്തെ ചെടി കിട്ടും. മണി ട്രീ എന്ന് പറയുന്ന ചെടി, അത് വേണം നമുക്ക് വീടിനകത്ത് വയ്ക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ജേഡ് പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടി. ലോകമെമ്പാടുമുള്ള വലിയ വലിയ ബിസിനസ്സുകാരുടെ വീട്ടിലും വലിയ സമ്പന്നന്മാരുടെയൊക്കെ വീട്ടിൽ അവർ വളർത്തുന്നൊരു ചെടിയാണ് ഈ ജേഡ് പ്ലാന്റ്. അപ്പോൾ ജേഡ് പ്ലാന്റിനെക്കാളും കുറച്ചും കൂടി ഒരു കുഞ്ഞിലയായിട്ട് വരും. അതിൻ്റെ പേര് എലഫന്റ് ബുഷാണ്. ഈ എലഫന്റ് ബുഷ് തന്നുകൊണ്ട് ജേഡ് പ്ലാന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല. അപ്പോൾ ജേഡ് പ്ലാന്റ് തന്നെ നമ്മൾ ചോദിച്ച് മേടിക്കാം. ജേഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സക്കുലൻ്റ് ആണ്. ഈ എലഫന്റ് ബുഷ് സക്കുലൻ്റ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് അത് കുഞ്ഞിലകളാണ്. ഒരു ലവ് ചിഹ്നത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു കുഞ്ഞിലയാണ്. തണ്ടിന് ഇച്ചിരി പർപ്പിൾ കളർ വരും. അതാണ് എലഫന്റ് ബുഷ്. പക്ഷേ ജേഡ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ചും കൂടി സക്കുലൻ്റ് ആണ്. കുറച്ച് വെള്ളം അകത്തുള്ള പോലെ നമുക്ക് തോന്നും, കുറച്ച് സക്കുലൻ്റ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പഫ്നെസ് ഉള്ള ഇലകളാണ് അതിൻ്റെ ചുറ്റും. ആ ഇലയ്ക്ക് ചുറ്റും ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടാകും, ഒരു പർപ്പിൾ കളർ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതാണ് ജേഡ് പ്ലാന്റ്. അപ്പോൾ അങ്ങനത്തെ ജേഡ് പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വളർത്താം. പിന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഈ ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞ മണി പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടി. ഏകദേശം അത് പലരും കണ്ടിട്ടുണ്ടാകും, പലരുടെ നഴ്സറികളിലും ഉണ്ട്. ചൈനീസ് മണി പ്ലാന്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പോൾ ആ ചെടി വേണം നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ്. ഈ വയലറ്റ് എന്ന് പറയുന്ന കളർ സമ്പന്നന്മാരുടെയൊക്കെ അവരൊക്കെ എലഗൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളറാണ്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിലൊക്കെ ഈ മിക്കതിനും ഒരു വയലറ്റ് കളറും ഒരു ലാവൻഡർ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റും പല കളറുകളിലുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ 5 ചെടികളാണ് നമുക്ക് വീട്ടിനുള്ളിൽ വളർത്താൻ പറ്റുന്നത്. നമുക്കൊരു പ്രോസ്പെരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പല ചെടികളും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാമെങ്കിലും അതുകൊണ്ടൊന്നും നമുക്ക് ഗുണം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് ഇച്ചിരിയെങ്കിലും ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോസ്പെരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ റബ്ബർ പ്ലാന്റ്, മണി പ്ലാന്റ്, പിന്നെ ചൈനീസ് മണി പ്ലാന്റ്, ജേഡ് പ്ലാന്റ്, പിന്നെ ഈ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞ ഈ ചെടികൾ. അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലുമൊക്കെ വീടൊക്കെ വെച്ച് അല്ലെങ്കിൽ ചെടിയൊക്കെ വാങ്ങിച്ച് ഒരു ചെടിയെങ്കിലും മേടിച്ച് വെക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം തോന്നുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ചെടികളും നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം മേടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു പ്രോസ്പെക്റ്റ് നമുക്ക് തോന്നും. അത് വെച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് അങ്ങനത്തെ ഒരു പ്രോസ്പെക്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ചെടി ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെടികളൊക്കെ മേടിച്ച് വെക്കാൻ തോന്നുമ്പോൾ ഇതുപോലത്തെ ചെടികൾ നോക്കി നമ്മൾ മേടിക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലോ ഫാമിലിക്കോ അല്ലെങ്കിൽ ആർക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വീട് വെക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ വേണം അയച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ ചെടി മേടിക്കുമ്പോഴത്തേക്ക് അവർ ഇങ്ങനത്തെ കൂർത്ത മുള്ളുകളും ഉള്ള ചെടികളൊന്നും വാങ്ങിക്കാതിരിക്കട്ടെ. ചിലരൊക്കെ ആണെങ്കിൽ ഈ ബോൺസായി ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. ബോൺസായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റിച്ച് നിൽക്കുന്നതാണ്. നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ ഈ ചെടികളും. അപ്പോൾ അത് നമുക്ക് മുകളിലോട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ് പറയുന്നത് ഈ ബോൺസായി. ഈ ഫെങ്ഷുയി പ്രകാരം പറയുന്നത് ബോൺസായി ചെടി നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ വെക്കുന്നവർ പലരും കാണുമായിരിക്കും, അവരൊരു പക്ഷേ അത് അംഗീകരിക്കത്തില്ലായിരിക്കും. പക്ഷെ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അവരുടെ വീടിനകമൊക്കെ നിറയും ചിലപ്പം ഈ ബോൺസായി ചെടികൾ കാണും. പക്ഷെ അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വന്നു കഴിഞ്ഞിട്ട് അതൊന്നും നിൽക്കത്തില്ല. പൈസയൊക്കെ ഇഷ്ടംപോലെ വരുമായിരിക്കും, പക്ഷെ അത് എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം വേറൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും നന്ദി, നമസ്കാരം.